ധനുഷേ, വയനാട്ടിലേക്ക് സംഭാവനകൾ സഹായങ്ങളും ഒക്കെ അയക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ അടക്കം വിവിധ സംഘടനകൾ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതിനിടെ കൊച്ചിയിൽ നിന്നൊരു സംഭവം വരുന്നു. ഡിവൈഎഫ്ഐ അവിടെ ഫുട്പാത്ത് കയ്യേറി ഹെൽത്തിന്റെ അനുമതിയില്ലാതെ ഒരു തട്ടുകട ആരംഭിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന പണം വയനാട്ടിലേക്ക് അയക്കാനാണെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. അവിടുത്തെ ഒരു കൗൺസിലർ അത് ചോദ്യം ചെയ്തു. അവരെ സഹായത്തിനെത്തിയ ആളെ കായികപരമായും അവരെ വാക്കാലും ഉപദ്രവിച്ചു. ഇത് ഡിവൈഎഫ്ഐ ഇവിടെ അവർ തന്നെ പറയുന്ന കൗൺസിലർ സൗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ഒരു ഫുട്പാത്തിലാണ് ഡിവൈഎഫ്ഐ ഈ പെട്ടിക്കട നടത്താനായിട്ട് തുനിഞ്ഞത്. ഈ പെട്ടിക്കട നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യാനായിട്ടാണ് ഈ BJPയുടെ കൗൺസിലറായിട്ടുള്ള പത്മജ എസ് മേനോൻ അവിടെ എത്തുന്നത്. അവസാനം അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവരുടെ കൂടെ സഹായത്തിനായിട്ട് വന്ന ആളെ ഇവർ കായികപരമായിട്ട്, ഷാമു പറഞ്ഞ പോലെ കായികപരമായിട്ട് മർദ്ദിച്ച് അവശനാക്കി. അവസാനം അയാളുടെ തലയിൽ ഒരു ഹെമറേജ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആ ഹെമറേജ് അവരെ ഈ കൗൺസിലർ തന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം. നമസ്കാരം, ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു. വയനാട്ടിലേക്ക് 25 വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതിന് ലൈസൻസ് ഉണ്ടോ, ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു. എവിടെ കൂടെ പോകുന്ന ഒരു സഹോദരൻ, ഒരു സ്ത്രീ തനിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു. അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ്. എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ എന്നുള്ളതൊക്കെ അത് അദ്ദേഹത്തിന് കിട്ടി. ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത്? ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്? നിങ്ങളെ തന്നെയല്ലേ, CPM തന്നെയല്ലേ കൊച്ചി ഭരിക്കുന്നത്? അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ? അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഒന്നും അറിയാതെ എവിടെന്നോ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേര് പോലും എനിക്കറിയില്ല. എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാരണത്തിന്, എന്റെ അടുത്ത് നിന്നു എന്നുള്ള ഒറ്റ കാരണത്തിന് നിങ്ങൾ ഇടിച്ച് തമ്പോറാക്കിയില്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ അവർ കരയുകയാണ്. ആ വീഡിയോയുടെ അവസാനം അവർ പൊട്ടി കരയുകയാണ്. എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യുന്നത്? ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത്? ഇവർ ആക്ച്വലി അവിടെ ഡിവൈഎഫ്ഐ പെട്ടിക്കട നടത്തിയത് ഡിവൈഎഫ്ഐ 25 വീടുകൾ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. വയനാട് ദുരന്തബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് ഡിവൈഎഫ്ഐ 25 വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു. ആ 25 വീട് വെച്ച് കൊടുക്കാനായിട്ട് ഡിവൈഎഫ്ഐ കണ്ടുപിടിച്ച മാർഗമാണ് ഇത്തരത്തിലുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പെട്ടിക്കട നടത്തും, നീ ആരാണ് ചോദിക്കാൻ എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. പോരാത്തതിന് ഡിവൈഎഫ്ഐ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങളാണിപ്പോൾ ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. ലൈസൻസ് ഉണ്ടോ എന്ന് മാത്രമാണ് അവർ ചോദിച്ചത്. നിങ്ങളുടെ അടുത്ത് ആരാണ് പറഞ്ഞത് ഇവിടെ ലൈസൻസ് ഇല്ലാതെ തട്ടുകട നടത്താൻ? ഈ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് നിങ്ങളല്ലേ, CPM അല്ലേ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത്? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ലൈസൻസ് എടുത്തുകൂടെ? നിങ്ങൾക്ക് അത്ര പാടുള്ള കാര്യമൊന്നും അല്ലല്ലോ ലൈസൻസ് എടുക്കാൻ എന്ന് പറഞ്ഞു. വളരെ മാന്യമായിട്ടാണ് അവർ സംസാരിച്ചത് ഡിവൈഎഫ്ഐയോട്. ഇത്രയും മാന്യമായിട്ട് സംസാരിച്ചിട്ടും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ ഇവർ പറഞ്ഞത് അവരുടെ വായിലേക്ക് കുറച്ച് ബീഫും കുറച്ച് പൊറോട്ടയും കുത്തി കയറ്റി കൊടുക്കും. ഇങ്ങനെയാണ് അവർ പറഞ്ഞത് ഈ ഡിവൈഎഫ്ഐക്കാർ. കുറച്ച് ബീഫും കുറച്ച് പൊറോട്ടയും അവരുടെ വായിലേക്ക് തള്ളി കയറ്റി കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവരാണ് ഭരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കേട്ടുകൊണ്ട് നിന്നപ്പോൾ ഇവരെ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ കുറേ ആൾക്കാർ അധിക്ഷേപിക്കുമ്പോൾ അവിടെ ആൾക്കാർ വരുമല്ലോ, എന്തിനാണ് അധിക്ഷേപിക്കുന്നതെന്ന് ചോദിക്കാൻ ആൾക്കാർ വരും. അപ്പോൾ ഈ സ്ത്രീയുടെ ദേഹത്ത് കൈവയ്ക്കാൻ പറ്റില്ല, കൈവച്ച വകുപ്പ് വേറെയാണ്. അതുകൊണ്ട് വന്ന ആളിനെ ഇവരെടുത്ത് കൈകാര്യം ചെയ്തു. വന്ന ആളിനെ എടുത്ത് ഈ സ്ത്രീയോടുള്ള ദേഷ്യം മുഴുവൻ അയാളോട് തീർത്തു. ആ ഹതഭാഗ്യൻ അങ്ങനെ വലിയ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വയനാടിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അതിക്രമങ്ങളാണ് ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല, യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ഇവർ ഈ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് ലൈസൻസ് കൊടുക്കുന്നത്. ഈ ലൈസൻസ് നിങ്ങൾക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു കാര്യം കൂടെ അവർ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇവരൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇവരിത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫുട്പാത്ത് കയ്യേറുക മാത്രമല്ല ചെയ്തത്, ഈ ഫുട്പാത്തിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് ഇവരുടെ തട്ടുകട നീണ്ടു നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ഗ്യാസ് കുറ്റികൾ, ഗ്യാസ് സ്റ്റൗ, അത്തരത്തിൽ മനുഷ്യന് ഹാനി ഉണ്ടാക്കാൻ പോകുന്ന പാകത്തിലുള്ള കാര്യങ്ങളൊക്കെ
അലക്ഷ്യമായിട്ട് അവിടെ വച്ചിരിക്കുന്നത് കണ്ടു, അലക്ഷ്യമായിട്ട് വച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടെ വയ്ക്കണമെങ്കിൽ, ഇതൊക്കെ ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ലൈസൻസ് എടുത്തുകൂടെ എന്നുള്ള ഒരു ധ്വനിയിലാണ് അവർ ചോദിച്ചത്. പക്ഷേ ഇവർ അത് അധികാരം, ഞങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങളാരാണ് ചോദിക്കാൻ. എല്ലായ്പ്പോഴും ഇവർ വയനാടിനെ കൂട്ടുപിടിച്ച് വയനാട് ഒരു മറയാക്കിക്കൊണ്ടാണ് എന്ത് അക്രമം കാണിച്ചാലും വയനാട് ഒരു മറയാക്കി പിടിച്ചുകൊണ്ടാണ് ആക്രമം കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു കുറച്ച് പൊറോട്ടയും ബീഫും എടുത്ത് അവരുടെ വായിൽ കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുന്ന പറയുന്നതൊക്കെ എത്ര വിളയച്ചകരമാണെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ല. പിന്നെ ഇവരൊരു BJP കൗൺസിലറാണ്, അത് നമ്മൾ പറയണമല്ലോ. ഇവരൊരു BJP കൗൺസിലറാണ്. അങ്ങേയറ്റം അവരെ അപമാനിച്ചു, അവരെ ചവിട്ടിത്തേക്കാവുന്നതിൻ്റെ മാക്സിമം ചവിട്ടിത്തേച്ചു. പോരാത്തതിന് അവരോട് ചൊരുക്ക് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്തു, അടുത്ത് കൂടെ അവർ ചോദിക്കാനായിട്ട് വന്നോണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ വഴി കൂടെ പോയാലും ഞാനും ചോദിക്കും, എന്താ ഇവിടെ പ്രശ്നം, എന്തിനാണ് ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം കാണിക്കുന്നത്, പോലീസില്ലേ ചോദിക്കുക, പോലീസ് എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. ഇവർ ഈ പത്മജ മേനോൻ ഇവരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, സൗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ എല്ലാ പെട്ടിക്കടകൾക്കും ലൈസൻസ് ഉണ്ടോ, അതിലെ ഗ്യാസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വരുമ്പോൾ DYFIക്കാർ റോഡിലേക്ക് കാലൊക്കെ നാട്ടി വെച്ച് ഫുട്പാത്ത് മുഴുവൻ എടുത്തൊരു തട്ടുകട നടത്തുന്നു. വയനാട് ദുരിതാശ്വാസം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ലൈസൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ലൈസൻസ് ഇല്ല, കേരളം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെയാണല്ലോ കൊച്ചി കോർപ്പറേഷനും ഭരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ വഴി ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ തുടർന്ന് അവർ ഇനി പറയാനൊന്നും ബാക്കിയില്ല, 2 പൊറോട്ടയും ബീഫും എൻ്റെ വായിലേക്ക് തള്ളി വെച്ച് കയറ്റി കൊടുക്കാൻ പറഞ്ഞു. ഒരു മുൻപരിചയമില്ലാത്ത ഒരാൾ എൻ്റെ സമീപം കുറച്ച് നേരമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീ ഒന്നും നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നത് എന്ന്. കുറച്ച് നേരം കൂടി എൻ്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം നടന്നുപോയി. ഇവർ പിന്തുടർന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചു. എനിക്ക് തരാനുള്ളത് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രം. ഇങ്ങനെയാണ് ആ സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം അതിൽ വിവരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് ഫേസ്ബുക്ക് ലൈവുകളൊക്കെ അവരവരുടെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം വഴി ഇട്ടിട്ടുണ്ട്. തികച്ചും എന്താ പറയുക, ഈ അരാജകത്വം എന്നൊക്കെ പറയില്ലേ, അരാജകത്വം എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് DYFI. ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. എത്രയോ സ്ത്രീകൾക്ക് നേരെ ഇവർ ഇത്തരത്തിൽ അതിക്രമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ദളിത് സ്ത്രീകൾക്ക് നേരെ ഇവർ അതിക്രമം നടത്തി വെച്ചിരിക്കുന്നു. ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ഉണ്ട്, അവരിത് ചെയ്യുന്നില്ലേ, CPM ചെയ്യുന്നില്ലേ, എത്രയോ സ്ത്രീകളെ CPM അപമാനിക്കുന്നുണ്ട്, എത്രയോ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ബേസിക് സ്വഭാവമാണ്. പിന്നെ ഭരണം കൂടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഹുങ്ക് നമുക്കറിയാം. ഇപ്പോൾ മടുത്തിരിക്കുകയാണ് എല്ലാവർക്കും മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ റോഡിലിറങ്ങി ഷോ കാണിച്ച ഒരു മേയർ ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത്. ആ മേയറിനെ ഷോ കാണിച്ചത് കാരണം സ്വന്തം വാർഡ് പോലും കയ്യിൽ നിന്ന് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ ഇപ്പം ദുരന്തം എന്ന് പറയുന്നത്, ഷാമയെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദുരന്തം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഈ CPM-കാരാണ്. ആ ദുരന്തം ആഘോഷിക്കുന്നത് CPM ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടതാണ്. അതായത് ഈ കാശ് വേണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി 100 കോടി കവിഞ്ഞു, നല്ല കാര്യം, കവിഞ്ഞോട്ടെ. ഈ പൈസ എന്താ ചിലവാക്കാത്തത്? അതാണ് എൻ്റെ ചോദ്യം. മുഖ്യമന്ത്രി അല്ലെങ്കിൽ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസ നിധി ഞാൻ ഇന്ന പൈസ ഇത്ര ആൾക്കാർക്ക് ഇത്ര സംഭവം അലോക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി എന്തുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നില്ല? ദുരിതാശ്വാസ നിധിയിൽ ഞാൻ ഇത്ര പൈസ കൊടുത്തു, 100 കോടി കവിഞ്ഞു. പോരാത്തതിന് അവിടെ ടൗൺഷിപ്പ് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് മറ്റേ മരംമുറി ചാനൽ വരുന്നു. അവിടെ 25 വീട് വെച്ച് കൊടുക്കാമെന്ന് DYFI വരുന്നു. 100 വീട് വെച്ച് കൊടുക്കാമെന്ന് രാഹുൽ ഗാന്ധി വരുന്നു. പിന്നെ പോരാത്തതിന് എത്രയോ കാര്യങ്ങൾ കൊടുക്കാമെന്ന് പല ആൾക്കാരും വരുന്നു. ഇത്രയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെയുള്ള ആൾക്കാർക്ക് എക്സസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോരാത്തതിന് ഇതൊന്നും വേണ്ട. കേന്ദ്രം പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തരുമെന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞിട്ട് ഇവർ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഈ റിപ്പോർട്ട് കൊടുക്കാതെ ഒരു നോട്ടാണ് കൊടുത്തത്. ഇത്ര ആൾക്കാർ മരണപ്പെട്ടു കാണും, ഇത്ര ആൾക്കാർ കാണാതായി കാണും. അപ്പോൾ ഈ കാണാതായി കാണും എന്ന് പറഞ്ഞാൽ ശരിയാവോ? നിങ്ങൾ റിപ്പോർട്ട് തരൂ, എത്ര പേര് മരണപ്പെട്ടു. ആ റിപ്പോർട്ടിൽ ആ മരിച്ച ആളുടെ വരുമാനം എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ തരൂ. കാരണം ഒരാൾക്ക് ദുരിതാശ്വാസത്തിൽ നിന്ന് കേന്ദ്രം ഒരു സഹായം ചെയ്യുമ്പോൾ കൃത്യമായിരിക്കണം അത്. നാളെ CAG ഓഡിറ്റൊക്കെ വരുന്ന സംഭവമാണ്. അപ്പോൾ പിണറായി സർക്കാർ പറയും ഞങ്ങളൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചാണ്. അങ്ങനെയല്ല, നിങ്ങൾ കൃത്യമായിട്ട് തരൂ. എത്ര പാലം തകർന്നു, എന്തൊക്കെയാണ് വേണ്ടത്. പോരാത്തതിന് ഈ ഫണ്ട് മുഴുവൻ വരുന്നത് മോദിയുടെ പോക്കറ്റിൽ നിന്നല്ല, നിതിൻ ഗഡ്കരി അലോ ചെയ്യണം. പിന്നെ അവിടെ ഏതൊക്കെയാണ് തകർന്നിട്ടുള്ളത് ആ വകുപ്പുകളെല്ലാം ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ആ റിപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ പോരാത്തതിന് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 545 കോടി രൂപ ഈ മുഖ്യമന്ത്രിയുടെ ഡിസാസ്റ്റർ എയ്ഡിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 545 കോടി രൂപ. ഈ 545 കോടി രൂപ എന്താണ് ചിലവാക്കുന്നത്? ഈ വയനാട് ഉരുൾപൊട്ടലുണ്ടായ അടുത്ത ദിവസം 340 കോടി സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഉരുൾപൊട്ടലുണ്ടായ അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 140 കോടി രൂപ അലോക്കേറ്റ് ചെയ്തു.
വീണ്ടും അത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. ആ 145 കോടിയും കൂടെ ചേർത്ത് മൊത്തം ദുരിതാശ്വാസ ഡിസാസ്റ്റർ എയ്ഡിൽ 540 കോടി രൂപയാണ്. ഇതൊന്നും ചിലവാക്കുന്നില്ല. ഈ DYFI പിരിക്കുന്നു, അത് കഴിഞ്ഞ് പിണറായി വിജയൻ എന്താ പറയുക ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ, ആ വാക്ക് ഞാൻ പറയുന്നില്ല, വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും. അതേസമയം ഇവരുടെ കയ്യിലുള്ള കാശ് എന്താ അവർ ചിലവാക്കാത്തത്? ഇത്തരത്തിലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും. അപ്പോൾ ദുരന്തം എന്ന് പറയുന്നത് ഇവർക്കൊരു കൊയ്ത്ത് കാലമാണ്. നമ്മുടെ ഈ ബക്കറ്റുമായിട്ട് ഇറങ്ങുന്ന പുലിവാൽ കല്യാണത്തിന് നമ്മുടെ ഇയാൾ പറയില്ലേ, നമ്മുടെ ഹരിശ്രീ അശോകൻ പറയുമല്ലോ, ഈ ദിവാലി എന്ന് പറയുന്നത് നമ്മുടെ പടക്കക്കാരുടെ ചാകരയാണ് എന്ന് പറയുന്നത് പോലെ ദുരന്തം എന്ന് പറയുന്നത് ഇവരുടെ കൊയ്ത്ത് കാലമാണ്. ഇവരുടെ ബക്കറ്റ് പിരിവ്, ഇവരുടെ എന്താ പറയുക പണപ്പിരിവ്, ഇവരുടെ സകല കാര്യങ്ങൾ. അതുപോലെ DYFI ഇതുപോലെ ഇറങ്ങും, പിന്നെ SFI ഇതുപോലെ ഇറങ്ങും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങും. ഇവർക്ക് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ലാഭവും നേട്ടവും കൊയ്യാനുള്ളൊരു സമയം മാത്രമാണ്. സൗത്ത് ഗേൾസ് എന്ന് പറയുമ്പോൾ അവിടെ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ് സൗത്ത് ഗേൾസ്. അവിടെ കൊണ്ടുപോയി ഇത്തരത്തിൽ ഫുട്പാത്തിൽ കടയിടുക, കടയിട്ടിട്ട് ഹെൽത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ ഫുഡ് പിന്നെ വിൽക്കുക, അതൊക്കെ വളരെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? ഫുഡ് വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ ചോദ്യം ചെയ്തത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അവർ പറഞ്ഞത് ലൈസൻസ് ഇല്ലാതെ ഈ ഗ്യാസ് കുറ്റിയും മറ്റേ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, പോരാത്തതിനും ഫുട്പാത്ത് കയ്യേറി, ഫുട്പാത്തിൻ്റെ റോഡും കയ്യേറി, റോഡ് കയ്യേറിയാണ് ഇവർ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു പ്രവണതയല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എനിക്ക് നിയമങ്ങളൊന്നും ബാധകമില്ല എന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ നാളെ പിടിച്ച് കൈവയ്ക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവരെ പലപ്പോഴും കൈവച്ചിട്ടുണ്ട്. നാട്ടുകാർ പിടിച്ച് നാളെ കൈവയ്ക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഞങ്ങൾക്ക് നിയമങ്ങളൊന്നുമില്ല, കാരണം ഇവർക്ക് നിയമങ്ങളില്ല. ആ നിയമം നാട്ടുകാർക്ക് ബാധകമാണ്, ഇവർക്ക് ഒരിടത്ത് നിയമങ്ങളില്ല. അത് ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല. അത് നാട്ടുകാർ നാളെ ചോദ്യം ചെയ്യും. അത് വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞ് നമുക്ക് നിർത്താം. ശരി.